നമസ്കാരം. ഒരാഴ്ച മുൻപാണ് താൻ വീണ്ടും വിവാഹിതയാകാൻ പോവുകയാണെന്ന കാര്യം ആര്യ ബെഡായി സോഷ്യൽ മീഡിയ പേജ് വഴി ആരാധകരെ അറിയിച്ചത്. കഴിഞ്ഞ വർഷം മുതൽ വിവാഹം അടുത്ത വർഷം ഉണ്ടാകുമെന്ന സൂചനകൾ ആര്യ നൽകിയിരുന്നതുകൊണ്ട് തന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന സന്തോഷം ആര്യ പങ്കുവച്ചപ്പോൾ ആരാധകർക്ക് അത്ഭുതമുണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയതിന്റെ വരന്റെ പേര് നടി പുറത്തുവിട്ടപ്പോഴായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പേരായിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞുവെന്ന പോസ്റ്റിനൊപ്പം ആര്യ ടാഗ് ചെയ്തിരുന്നത്. അത് മുൻ ബിഗ് ബോസ് താരവും അവതാരകനും എല്ലാമായ സിബിൻ ബെഞ്ചമിന്റേതായിരുന്നു. വർഷങ്ങളായി അടുത്ത സൗഹൃദം പുലർത്തുന്നവരാണ് സിബിനും ആര്യയും. മാത്രമല്ല, നടിയുടെ കാഞ്ചീവരം എന്ന സ്ഥാപനത്തിന്റെ സിഇഒയുമാണ് സിബിൻ. ബിസിനസ് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് സിബിന്റെ സഹായമുള്ളതുകൊണ്ടാണെന്ന് പലപ്പോഴായി ആര്യ പറഞ്ഞിട്ടുണ്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന് അറിയിച്ചതല്ലാതെ ചടങ്ങിൽ നിന്നുള്ള ഫോട്ടോകളൊന്നും ആര്യ പങ്കിട്ടിരുന്നില്ല. കഴിഞ്ഞ ദിവസം മുതലാണ് ഫോളോവേഴ്സിന്റെ ആവശ്യപ്രകാരം ഫോട്ടോകൾ നടി പുറത്തുവിട്ട് തുടങ്ങിയത്. ഇപ്പോഴിതാ വിവാഹ നിശ്ചയ സമയത്ത് മനോഹരമായ ചില നിമിഷങ്ങളുടെ ചിത്രങ്ങൾ കൂടി പങ്കിട്ടെത്തിയിരിക്കുകയാണ് ആര്യ. എല്ലാത്തിനും മുകളിലാണ് നീ എന്നാണ് സിബിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ച് ആര്യ കുറിച്ചത്. ആര്യയുടെ നെറുകയിൽ ചുംബിക്കുന്ന സിബിനെ ഫോട്ടോയിൽ കാണാം. കൂടാതെ ഇരുവരും പരസ്പരം പുഷ്പഹാരം അണിയിക്കുന്നത് അടക്കം നിരവധി പ്രണയം നിറഞ്ഞ നിമിഷങ്ങളുടെ ഫോട്ടോകളും ആര്യ പങ്കുവച്ചു. ബീച്ച് സൈഡിലുള്ള മനോഹരമായ ഏതോ റിസോർട്ടിലാണ് ചടങ്ങുകൾ നടന്നതെന്ന് വ്യക്തം. ഗോൾഡനും വൈറ്റും ഐവറി നിറവും കലർന്ന ബനാറസി സാരിയായിരുന്നു ആര്യയുടെ വേഷം. സമാനമായ നിറത്തിലുള്ള കുർത്തയായിരുന്നു സിബിൻ ധരിച്ചത്. രണ്ടുപേരും വിവാഹ നിശ്ചയത്തിന് സിമ്പിൾ ലുക്കാണ് തിരഞ്ഞെടുത്തത്. സിബിൻ പ്രണയം പറഞ്ഞ സമയത്ത് തന്നെ ഒരു മോതിരം ആര്യയുടെ വിരൽ അണിയിച്ചിരുന്നു. വിവാഹ നിശ്ചയത്തിൽ നിന്നുള്ള കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ സിനിമ, ടെലിവിഷൻ രംഗത്ത് നിന്നുള്ളവരും ആരാധകരുമെല്ലാം ഇരുവർക്കും ആശംസകൾ നേർന്ന് എത്തി. നിങ്ങൾ തന്നെയാണ് ചേരേണ്ടത്. ഇതുവരെ കിട്ടാതെ പോയ സ്നേഹം അനുഭവിക്കാൻ രണ്ടുപേർക്കും കഴിയട്ടെ. പരസ്പര വിശ്വസ്തത പുലർത്തി ജീവിക്കുക എന്നിങ്ങനെ പല കമന്റുകളും ആശംസകളും അറിയിച്ച് കമന്റുകൾ വരുന്നുണ്ട്. വിവാഹ നിശ്ചയത്തെക്കാൾ ഗംഭീരമായിരിക്കുമെന്ന സൂചന ആര്യ നൽകി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വിവാഹ നിശ്ചയ സമയത്ത് മോതിരം മാറൽ ചടങ്ങ് ഉണ്ടായിരുന്നില്ല. മോതിരം കൈമാറുന്ന ഭാഗം ഒഴിവാക്കി മാലകളും ആലിംഗനങ്ങളും ചുംബനങ്ങളും ചിരികളും മാത്രം കൈമാറാമെന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നതെന്നും ആര്യ പറഞ്ഞിരുന്നു. നിർവാണ ബൊട്ടീക് റിസോർട്ടിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത്.